കോഴിക്കോട് കളരിക്കണ്ടിയിലെ അച്ചായൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയാറില്ല. അവയെല്ലാം സൂക്ഷിച്ചു വെച്ച് അരിഞ്ഞെടുത്ത് സിമന്റ് കട്ടയാക്കും. പരിചയപ്പെടാം 80-ാം വയസ്സിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന അച്ചായനെ. സാധാരണ നമ്മുടെ നാട്ടിൽ സിമന്റ് കട്ടകൾ നിർമ്മിക്കുന്നത് സിമന്റും ബേബി മെറ്റലും എംസാൻഡും ഉപയോഗിച്ചാണ്. എന്നാൽ ഈ എംസാൻഡും ബേബി മെറ്റലും ഇല്ലാതെ സിമന്റ് കട്ട നിർമ്മിക്കാൻ കഴിയുമോ? കഴിയും. കോഴിക്കോട് കളരിക്കണ്ടിലെ ജേക്കബ് ചേട്ടൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ജേക്കബ് ചേട്ടൻ. നാട്ടുകാരൊക്കെ തന്നെ അച്ചായ എന്ന് വിളിക്കുക. സുഖമാണ് അച്ചായ? സുഖമാണ്, കുഴപ്പമില്ല. മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ആളല്ല, അപ്പൊ ആരോഗ്യത്തിന് പ്രശ്നമില്ല. മഴക്കാലമായാലും മരുന്നുകളൊക്കെ ഉണ്ടാക്കും. പച്ചമരുന്നൊക്കെ ഉണ്ടാക്കി നാട്ടുകാർക്ക് വിൽപ്പന നടത്തുന്നതാണ് അച്ചായന്റെ പ്രധാന വരുമാന മാർഗം അല്ലേ? പെയിമ്പാം വേനൽക്കുള്ള മരുന്ന്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതേ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടല്ലോ, സിമന്റ് കട്ട ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഇരുന്നാലോ? ഈ സിമന്റ് കട്ടയിൽ ബേബി മെറ്റലിനും എംസാൻഡിനും പകരം അച്ചായന് ഉപയോഗിക്കുന്ന 2 വസ്തുക്കളാണുള്ളത്. ഒന്ന് ഈ പ്ലാസ്റ്റിക്, അതായത് നമ്മൾ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പീസുകൾ, ഒപ്പം മണ്ണ്. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധാരണ മണ്ണാണ് ഉപയോഗിക്കുന്നത്. സിമന്റ് മാത്രമേ പുറത്തുനിന്ന് എടുക്കുന്നുള്ളൂ. ഇതെങ്ങനെ ഈ 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് കട്ട ഉണ്ടാക്കുന്നത്? വെള്ളത്തിൽ മിക്സ് ചെയ്യും. ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം വെള്ളം മതി. മഴ നനഞ്ഞാൽ കട്ടയ്ക്ക് ബലം പോവോ? ഒന്നും ആവില്ല. പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം വെള്ളം. കുറച്ച് ദിവസം നനച്ചു കൊടുക്കണ്ട ഉറപ്പ് കിട്ടാൻ വേണ്ടി? ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ എന്തൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്? കുറേ പ്ലാസ്റ്റിക്കിന്റെ പീസുകൾ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. മിഠായി എല്ലാം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ബിസ്ക്കറ്റിന്റെ കവറൊക്കെ ഉണ്ടോന്നല്ലോ ഇതിനകത്ത്? എല്ലാം ഉണ്ട്. ബിസ്ക്കറ്റ്, മിഠായിൻ്റെ എല്ലാം ഉപയോഗിക്കാം. ഇതിനുള്ള ബലം കിട്ടുമോ? കാരണം ബേബി മെറ്റലിന് പകരമല്ല നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബലം കിട്ടുമോ? അതുണ്ടാവും, നല്ല ഉറപ്പുണ്ടാവും. 50 ഗ്രാമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് ഒരു കട്ടയ്ക്ക് 50 ഗ്രാം പ്ലാസ്റ്റിക്. അതെ, ഈ ഇതേ വലിപ്പമുള്ള കട്ടയ്ക്ക് 50 ഗ്രാം. അത് വലിപ്പത്തിനനുസരിച്ച് കൂട്ടും കുറച്ചും ചെയ്യാം. റോഡ് പണിക്ക് കുറച്ച് കുറവാക്കിയാൽ മതി. കട്ട മാത്രമല്ല മറ്റു സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡ് പണിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡ് കുറച്ച് പണി തീരാണ്ട്. പച്ച മണ്ണിലാണല്ലോ സിമെന്റ് കുഴച്ച് പ്ലാസ്റ്റിക് ചേർത്താക്കുന്നത്. ആ സമയത്ത് കട്ട പൊട്ടിപ്പോവോ? പൊട്ടിപ്പോവില്ല. എത്ര ഐറ്റിന്ന് ഇട്ടാലും ഒന്നാവില്ല. ഈ കട്ട ഉണ്ടാക്കിയ ശേഷം ആരെങ്കിലും വിളിക്കുവോ ഇത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ ആരെങ്കിലും പറഞ്ഞു? കാണാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പേപ്പറിൽ കണ്ടിട്ട് പേരാമ്പ്രയിൽ സ്കൂളിൽ നിന്നൊക്കെ വന്നിരുന്നു. പിന്നെ പലരും ബന്ധപ്പെട്ടിരുന്നു. ആദ്യം നവകേരള ഇതിൻ്റെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ അവർ അറിയിച്ചു. സാമ്പത്തികമായിട്ടൊന്നും സഹായമൊന്നും കിട്ടിയില്ല. പഞ്ചായത്തുകാർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കുന്നമലം പഞ്ചായത്താണ് നമ്മൾ. നമുക്കേ ഈ കട്ട പൊട്ടൂലെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ഇട്ട് നോക്കിയാലോ? റെഡി. കട്ട പൊട്ടില്ലെന്ന് അച്ചായൻ്റെ ഗ്യാരണ്ടിയാണ്. അത് തെളിയിക്കാൻ വേണ്ടി അച്ചായൻ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. എത്ര ഉയരത്തിൽ നിന്ന് കട്ട താഴോട്ടിട്ടാലും പൊട്ടില്ലെന്നാണ് പറയുന്നത്. ഏതായാലും അച്ചായൻ മുകളിലേക്ക് കയറിയിരിക്കുന്നു. അച്ചായൻ നമുക്ക് കട്ട താഴോട്ടിട്ട് നോക്കിയാലോ? ഇട്ടോ, കട്ട ഇട്ടോ, നോക്കാം. കട്ട താഴെ വീണിട്ടുണ്ട്. നമുക്കൊന്ന് അടുത്ത് ചെന്ന് നോക്കാം. കട്ടയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതുണ്ടോ, അതിന് എഡ്ജ് പോലും പൊട്ടിപ്പോയിട്ടില്ല, അതേപോലെ ഉണ്ട് കട്ട. അച്ചായൻ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള കട്ടയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാവർക്കും തലവേദനയാണ്. ആ തലവേദനയ്ക്ക് അച്ചായൻ കണ്ടുപിടിച്ച ഒരു പരിഹാര മരുന്നാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ചുള്ള സിമൻറ്റ് കട്ട. എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ചാൽ ഇതിൻ്റെ ചെലവ് ചുരുക്കി നിർമ്മിക്കാനും കഴിയും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.